ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വൈബ് വീഡിയോ ആണ്. വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ വൈകുന്നേരം എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ തോന്നി. അപ്പോൾ ഒരു കുട്ടി വ്ളോഗ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ നേരെ പോയത് തൊട്ടടുത്തൊരു ഗ്രൗണ്ടിലേക്കാണ്. അവിടെ മൂത്ത മോനും കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് കാണാനായിട്ട് പോയി. അപ്പോൾ ചെന്നപ്പോൾ അവരുടെ കോച്ച് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. മോനാണെങ്കിൽ ഭയങ്കര പ്രാക്ടീസിലായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് മെയിൻ്റ് പോലും ചെയ്യണ്ടായിരുന്നില്ല, ഭയങ്കര പ്രാക്ടീസായിരുന്നു. അപ്പോൾ പിള്ളേർക്കും അതൊക്കെ കണ്ട് നോക്കിന്നപ്പോൾ അവർക്കും സന്തോഷമായി. കാക്കുൻ്റെ ഫുട്ബോൾ കണ്ടപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയൽ മാത്രമേ ഉള്ളൂ, ഇവർ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവർ കണ്ടപ്പോൾ പിള്ളേർക്കും സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ എച്ചിപ്പാറയൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ചിമ്മിനി ഡാമുക്ക് പോണ വഴിയാണ് കേട്ടത്. ഇതിലായിരുന്നു ഞാൻ സ്കൂട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടത് വൈകുന്നേര സമയത്തൊക്കെ ഇതിലേ പോകാൻ. അപ്പോൾ ദൂരെ മലയുടെ മുകളിൽ കാണുന്നതാണ് ആനപ്പാറ. ആനയുടെ ഷേപ്പ് ആയിട്ടാണ് അതിട്ട്. ശരിക്കും കാണാൻ പറ്റിയില്ല എന്നറിയില്ല. അതിന് ആനപ്പാറ എന്ന് പറയുക. റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ആനയുടെ ഷേപ്പിൽ ആ പാറ നിൽക്കണ കാണാം. വീഡിയോയിൽ ശരിക്കും കണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ഇങ്ങനെ പോവാനായിട്ട്. അപ്പോൾ ഇക്കാക്കി ഞാനൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. നല്ല സെറ്റ് വൈബായിരുന്നു കേട്ടോ ഇങ്ങനെ പോവാനായിട്ട്. അവിടെ കാണുന്ന സൈൻ ബോർഡിൽ ആന ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവിടെയൊക്കെ ആന പാസ് ചെയ്യുന്നൊക്കെ സ്ഥലങ്ങളായിരുന്നു. പച്ചപ്പും മലനിരകളൊക്കെ നിറഞ്ഞ ഈ വഴി കൂടിയൊക്കെ ഇങ്ങനെ പോകാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. അത് കഴിഞ്ഞ് എച്ചിപ്പാറ ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടെ നിന്ന് കടയിൽ കയറി ചായ കുടിച്ചു. ഞാൻ പൊറാട്ടയും സാമ്പാറും ഇട്ട് കഴിച്ചത്. ഇക്കാക്കും പിള്ളേരും പിന്നെ പൊറാട്ടയും ബീഫ് കറിയും കഴിച്ചു. ഞാൻ ബീഫ് കഴിക്കാത്ത കാരണം പിന്നെ കഴിച്ചില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയായി. മോനിക്കുള്ളത് പാർസലെടുത്ത്, മൂത്താൾക്കുള്ളത് കേട്ടോ. അവനക്ക് പാർസൽ മേടിച്ചു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോരുകയാണ്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി അങ്ങനെ തിരിച്ചു പോന്നു.